ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോണത് ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് പറ്റിയ പെപ്ലം ടോപ്പാണ്. അപ്പോൾ എൻ്റെ മോളുടെ അളവിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കട്ട് പീസാണ്, ഒരു ഷോർട്ട് കുർത്തി തയ്ച്ചതിൻ്റെ ബാക്കി വന്ന പീസാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. 6 വയസ്സെന്ന് പറയുമ്പോൾ 22 ചെസ്റ്റ് സൈസാണ്. അപ്പോൾ നമ്മൾ തുണിയുടെ വീതി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 14 ഇഞ്ച് എടുക്കണം. തുണിയുടെ വീതി 14 ഇഞ്ചും, ഇത് യോക്ക് പോർഷനിലെ പീസാണ്. താഴേക്ക് ഒരു 9 ഇഞ്ചും എടുക്കണം. വീതി 14 ഇഞ്ചും തയ്യൽ തുമ്പും കൂടിയിട്ടുള്ളതാണേ പറയണേ. താഴേക്കൊരു യോക്ക് പോർഷനിലെ ഇറക്കം 9 ഇഞ്ചും. ഇനി 2 പീസാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ തുണി 2ആക്കി മടക്കിയിട്ട് ഇടണം. 2ആക്കി മടക്കിയിട്ടതിന് ശേഷം കഴുത്തകലം നമുക്ക് ഒരു 1.25 കൊടുക്കാം. 1.25. പിന്നെ ഷോൾഡർ നമുക്കൊരു തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് ഒരു 4.5 കൊടുക്കാം. 4.5യുടെ അവിടെ നിന്ന് താഴോട്ട് ആം ഹോളും നമുക്കൊരു 4.5 തന്നെ കൊടുക്കാം. അതൊന്ന് നേരെ നീട്ടി വരയ്ക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിൻ്റെ പകുതി വരുന്ന അവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്കൊരു ഫ്രണ്ടിൽ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 4.5 എടുക്കാം. നമ്മൾ വി ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ബോക്സായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പം 1.25 കേട്ടോ കഴുത്തകലം മാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ഇവിടം വരെ 1.25. ഇതിൻ്റെ താഴെ വരെ 4.5 ഇഞ്ച്. ഇത് നമുക്കൊരു വി ആയിട്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്ത് ചെറിയൊരു കർവ് പോലെ വരച്ചു കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും കാണിച്ചു തരാമേ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യം നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. ആം ഹോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തുണി 2ആയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ വീനെക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. കണ്ടോ? ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ബാക്ക് നെക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 1.25, താഴേക്കൊരു 2.5. അത് നമുക്കൊരു യു ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ യോക്ക് ഭാഗം, യോക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് താഴേക്കുള്ളത് ഈ വരുന്ന പീസാണ്. ഈ തുണിയുടെ വീതി എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 24.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 11 ഇഞ്ചാണ്. ഇവിടെ നിന്ന് തുണിയുടെ വീതി എന്ന് പറയുമ്പോൾ 24.5 ഇഞ്ചും താഴേക്ക് 11 ഇഞ്ചുമാണ്. അപ്പോൾ ഇതിൻ്റെ 2 പീസാണ് വേണ്ടത്. ഇത് ഞാൻ ജോയിൻ്റ് ചെയ്തെടുത്തതാണ് ഈ പീസ്. കാര്യം കട്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കട്ട് പീസ് ജോയിൻ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയും ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് റഫിൾ സ്ലീവാണ് ഇതിന് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് റഫിൾ സ്ലീവ് കട്ട് ചെയ്യാം. ഞാനിവിടെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
എല്ലാം കുഞ്ഞു കുഞ്ഞു കട്ട് പീസസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ ലെങ്ത്ത് ഞാനൊരു 13, നീളം തുണിയുടെ നീളം എന്ന് പറയുമ്പോൾ 13 എടുത്തു. ഇവിടെ ഇറക്കം 3 എടുത്തു. കാര്യം ഇവിടെ തയ്യൽ തുമ്പ് അടിച്ചു പോവും, ഇവിടെയും തയ്യൽ തുമ്പ് പോവും. അപ്പോൾ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് നമുക്ക് കുഞ്ഞു സ്ലീവ് മതി. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതും മടക്കി അടിക്കണം, ഇവിടെ തയ്യൽ തുമ്പും പോവും. അത് കഴിഞ്ഞ് ഇത് നമുക്ക് കെട്ടി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇത് 2 ഇഞ്ച് വീതിയിലും നീളം ഒരു 18.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇതാണ് ഒരു പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടത്. പിന്നെ നമുക്ക് നെക്ക് അടിച്ചു മറിക്കാനുള്ള പീസും കൂടെ വേണം.